ഏതോ അത് വീട്ടിലേക്ക്, അത് ചെറിയ കൊലയാ. ആ അത് വീട്ടിലേക്ക് കേട്ടോ. ഒരാഴ്ച പുട്ടും പഴവും ഉപ്പുമാവും അവലും. പുട്ടും പഴവും ഉപ്പുമാവും പഴവും അവലും പഴവും. ഒട്ടും നേരത്തിട്ടില്ലല്ലോ. വിളവറക്കാനാ? വിളവെടുക്കാൻ. കർഷകനല്ലേ മാഡം? ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാണ്. കള പറിക്കാൻ മോഹൻലാൽ പറഞ്ഞതാ ലൂസിഫറില്. ജാക്സൺ എന്തെങ്കിലും പറയാനുണ്ടോ? വിളവെടുക്കാൻ ഇറങ്ങിയ ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചേട്ടൻ്റെ വാഴക്കുല കാണിക്കാൻ തന്നാണ് കേട്ടോ. വാഴത്തോട്ടം, വാഴ നട്ടിരിക്കുന്നതാണേ. ചേട്ടാ ഇതെവിടെ ഒരു അസ്ഥികൂടം, പോത്തിൻ്റെ കാല്. ആ ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇച്ചിരി പാടാ. ഇതിലെത്തി. ഉരുണ്ട് വീഴുവോ? കാലോ? വള്ളിച്ചെരുപ്പിട്ടുണ്ട്, നടക്കാറില്ലെന്നേ. ഈ കയ്യാ പിടിക്ക, മുറുക്ക പിടിച്ചോളണം. ഇവിടെ കൂട്ടോ. എനിക്ക് പണ്ടേ നടക്കാറിയില്ല. അയ്യോ തെങ്ങി പോണം. ചെരുപ്പ് ശരിയല്ല ഗൈസ്. ഞാൻ പള്ളക്കാട്ടിലൊക്കെ ഇറങ്ങണാണല്ലോ എന്നോർത്ത് ഒരു ഷൂ ഒക്കെ കുതിക്കറ്റി വന്ന. അപ്പോൾ ഇതാണ് വാഴ. ഇതോ കൊല. നമ്മൾ ഇന്നാളിവിടെ വന്നാണ് കേട്ടോ. അന്ന് വീഡിയോ പിടിച്ചില്ല. ഞാനൊന്നും വരട്ടെ. ഇപ്പം നടക്കാനറിയാൻ പാടില്ല. ഇന്നാൾ വന്നപ്പോൾ ഏത് ചെരുപ്പാണെന്നൊന്ന് ഓർക്കണുണ്ടോ? ഇന്നാൾ വന്നപ്പോൾ ഏത് ചെരുപ്പായിട്ടാണ്? ആ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമായിരുന്നു. ആ ദേ ചേട്ടാ മുളക്. കാന്താരി മുളക് കണ്ട. നോക്കി നടന്നില്ലെങ്കിൽ കുഴി പോവും. ഇവിടെ ഇങ്ങനെ കുഴിയുണ്ട്. ആൻസ് സ്കൂളിൽ വേദപാഠം പഠിക്കാനായിട്ട് പോയേക്കുവാ. നിർമ്മല പബ്ലിക് സ്കൂളിലാണ് ആൻസോട്ടന് വേദപാഠം. ഇതാ കൊല. അങ്ങ് വെട്ടിക്കോളാൻ. അത് പഴുത്ത് വാഴച്ചുണ്ടുണ്ടെങ്കിൽ എടുക്കണ്ട. കൂടെ എടുക്കാൻ മറന്നും പോയി. വാഴച്ചുണ്ടേ തോരൻ വെക്കാൻ ഞാനൊരു കവർ എടുക്കണം എന്ന് ഓർത്തതാ. പക്ഷെ ഇറങ്ങിയപ്പോൾ മറന്നുപോയി. ഞാൻ വീണതല്ല, ഞാൻ പിടിച്ചിറങ്ങിയതാ. പേടിച്ചു പോയില്ലേ? അല്ലേ ഞാൻ വീണ ചേട്ടൻ പേടിക്കണത്തിലോ. ദേ വാഴക്കൂമ്പ്. ഓ ചാടി വെട്ടാനാ? ആ കൂമ്പിങ് എടുത്തതാ. കറി വെക്കണ്ടേ? ആശം കൂടെ വേണമായിരുന്നു. അയ്യോ എൻ്റെ ഫോണിലേക്ക് വന്ന് ചാടി.
അതാ അപ്പതാ ജനവാസ കേന്ദ്രം ഇല്ലാത്ത പ്രദേശമാണോ? ജനവാസ കേന്ദ്രം ഇല്ലാത്ത പ്രദേശം ആണോ? അവിടെ ഒരു ഇതുണ്ട്, കൂമ്പ്. ഇതേട്ടാ ഒരു വാഴക്കൂമ്പ് ചാടി വെട്ട. ജയ്സ മുത്തശ്ശ, ജയ്സവ ജയ്സവ മുത്തശ്ശ. ഭാഗവതി ഇതിന്ന് കറ വീഴുവാണല്ലോ. എന്നാൽ പിന്നെ ഇതും അതിൻ്റെ ചോട്ടിൽ കൊണ്ട് വെക്കാം. പോകാൻ നേരത്തെ എടുക്കാം. ഇതും പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഏതിൽ പോകും? നിലം ചോ. ഇതാണ് കൊല. ആ കൊല നോക്കിക്കേ ചേട്ടാ, ഏറ്റവും മുകളിൽ ഒരു പെടല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. ആ ശരിയാ. ഇതിൻ്റെ പിണ്ടി എടുക്കോ? അപ്പം ഇതിൻ്റെ വാഴക്കൂമ്പ് കൊടുക്കൂലോ. ചേട്ടനെ മുഴുവനായിട്ട് ആൾക്കാരൊന്ന് കാണട്ടെ, മുഴുപ്പിനെ. ആ ഇട്ടിട്ട് പോകല്ലേ, എനിക്ക് ദേശത്തെ വഴി അറിയില്ല. വീട്ടിലുള്ള വാഴക്കൊലയാ? ഇതേ ചേട്ടാ ഒരെണ്ണം ഉരുണ്ട് വീണ് കിടക്കണം. ഇത് കാച്ചിച്ചാർന്നോ? ഇതവിടെ എങ്ങാണ്ട് ഞാനൊരു കാവച്ചിട്ടുണ്ട്, കൂമ്പ്. എവിടെ വെച്ചേക്കണേന്ന് ഓർമ്മയില്ല. ഒരു വാഴക്കൊലയുടെ അടുത്താണ് വെച്ചിരിക്കുന്നത്, അതെനിക്കറിയാം. അപ്പം കൊല എവിടെയാന്ന് നോക്കിയാൽ മതി. ആ അതെവിടെ കണ്ടുപിടിക്കട്ടെ പോയി. ആ ഇതാ ഇവിടത്തെ കഴിഞ്ഞോ? ഇതാ കൂമ്പ്. നാരുള്ള ഭക്ഷണമാണ് വാഴക്കൂമ്പ്. ദഹനമൊക്കെ പെട്ടെന്ന് നടക്കും. മുടിയൊക്കെ വയറ്റി പോയാ. ചോട്ടയാണത്. പഴുത്തു തുടങ്ങിയതോ?
അത് പഴമായിട്ട് പോണതാ, കണ്ടില്ലേ? കറി വെക്കാൻ. കൊല ഇവിടെയാണോ വന്നേ? അങ്ങോട്ട് തന്നെയോ? പറ, എന്തേലൊക്കെ പറ. കർഷകനല്ലേ? കർഷക കള പറിക്കാൻ ഇറങ്ങിയതാണോ? വിളവറക്കാനാ? വിളവെടുക്കാൻ. കർഷകനല്ലേ മാഡം? ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാണ്. കള പറിക്കാൻ മോഹൻലാൽ പറഞ്ഞതാ ലൂസിഫറില്. ജാക്സൺ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ എങ്ങാണ്ടല്ലേ ഞാൻ കണ്ടേ? എവിടെയായിരുന്നു? ദേ ഇതാ ചേട്ടാ ഒരു എല്ലുമുട്ടി. ഇതാ പോവാണോ? ഇതവിടെ ചേട്ടനപ്പടി വിയർത്തു. കഴിഞ്ഞോ? കാക്കത്തിയുണ്ട്. എങ്ങോട്ട് പോവാ? എന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ആട്ടുകാരെ കാണിക്കാം. എന്നിട്ട് നാളെ വരുമ്പോൾ എല്ലാവരും കൊണ്ടുപോയിക്കോളൂ ഓരോന്നില്ലെന്ന്. ദേ ഗൈസ്, നമ്മുടെ വാഴക്കൊലയെല്ലാം എന്താ ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. എല്ലാവരും എടുത്തോണ്ട് പോയിക്കോളാം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും. ഇവിടെ കാലിൽ ഇറങ്ങണാണോ? കൊല എടുത്തോണ്ട് പോവോ? എണ്ണ വെച്ചാൽ മതി. എണ്ണി നമ്പർ. ചേട്ടനിപ്പോൾ അടുത്താലിപ്പം എന്നാ ചേട്ടനിപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയാൽ അപ്പം എന്നാ? ചേട്ടൻ ഭയങ്കര റിച്ചല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഓരോ വല്ല ദാനം ചെയ്യാം. ഫോണിൻ്റെ കാര്യം മറന്നു പോയായിരുന്നു. എൻ്റെ വണ്ടിയുടെ താക്കോലുള്ളതുകൊണ്ടാ. വേർത്തിട്ട് കണ്ണിലേക്കൊക്കെ ഒഴുകി വരുന്നു. അപ്പോൾ ഇതാ നമ്മളിവിടെ പറമ്പിൽ വന്നതാണ് കേട്ടോ. ഇതാ വരുന്നു. ജയ്സഭ മുത്തശ്ശ വീരാ തപ്പിക്കോ മോദലബാ ആൻസ് പാടിക്കൊണ്ടിരുന്ന ബാഹുബലിയുടെ. ചേട്ടൻ തന്നെ പറഞ്ഞോ? ചേട്ടൻ്റെ മുഖത്തിൻ്റെ ആരും വിളച്ചതാ. പിന്നെ കാല് വേദന എടുക്കണ്ടോ? ചേട്ടൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അതുങ്ങളുടെ കൂട്ടിയാണോ? 14 കൊലയോ? ഒരെണ്ണം ആർക്കാ? സബ്സ്ക്രൈബർക്ക്. ആരും ആണെങ്കിലും എടുത്തോട്ടെ. 89,000 പേരുണ്ട്. അത്രയും പേര് വന്നാൽ ഓരോ കായ എടുക്കാനേ കിട്ടുള്ളൂ. ദേ ഇരട്ടാ. ദേ ഇത് ഇതെന്നാ ചെയ്യണേ? ചുണ്ട് കടിച്ചേ. തൂങ്ങി കിടക്കണത് അതവിടെ മറയായിട്ടിരുന്നോട്ടേന്ന് അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പം അണ്ണാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അണ്ണാനൊക്കെ തിന്നാനായിട്ട് ഒരു കായുണ്ട് കേട്ടോ. ഒന്നല്ല 2 കായുണ്ട് പഴുത്തത്. അവർക്ക് കൊടുക്കണ്ടേ? ചേട്ടാ മിണ്ടാത്തേനാ?
അണ്ണാനോ? വാഴ മുതലാളി. വാഴ എന്തിനാ പറഞ്ഞ? ഇത് എങ്ങോട്ട് മാറും? ഇവിടെ അല്ലേ ചേട്ടനല്ലേ അറിഞ്ഞ വീഡിയോ എടുക്കാന്ന്. ഇതേ ചേട്ടൻ കാര്യമായിരുന്നു. ഇതൊന്ന് പിടിക്കാവോ? ചൊറിയാന. ആകെ എടുക്കുക. ഒട്ടും നേരത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ കൊലവെട്ടി ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പറമ്പിൽ കൊല വെട്ടാൻ പോവുകയാണ്. പറ, പോവാന്ന് പറ. ചേട്ടൻ്റെ വായൊന്ന് തുറക്കാൻ ആളുകൾ നോക്കിയിരിക്കണം. ഈ ഫോണ് നോക്കാൻ മുമ്പിൽ കുത്തിയിട്ടാലോ. നമ്മൾ അടുത്ത തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. ഈ പുല്ലൊക്കെ കരിഞ്ഞല്ലോ വേനൽ വന്നപ്പോൾ. മറ്റേ ഭയങ്കര കാടായിരുന്നു. പശുവിനെ കെട്ടിയതാണോ? കൊല കണ്ടോ? പടയിഞ്ച. അതിൻ്റെ അടിയിൽ കൊലയുണ്ടോ? പന്ത്രണ്ട് 49 സൺഡേ സ്കൂൾ വിട്ടു. അവൻ ബസ്സിൽ കയറി പോവും. കുഴപ്പമില്ല, വെട്ടിയേക്കാന്ന്. കണ്ടോ? ആ ചേട്ടനറിയാം. ഇതിങ്ങനെ മൂക്കുമ്പോഴില്ലേ ഈ കായ് ഇങ്ങനെ അകന്നകന്ന് വരും. അതിൻ്റെ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഭാഗം വിരിഞ്ഞു വരും. ദേ ഇതുപോലെ. അതെനിക്കറിയാം. ഇതിനൊരു ശകല മൂപ്പുറമുണ്ട്. ഈ ചതുരം വനാണ്. ചേട്ടൻ ക്യാമറ പിടിക്കും. ഞാനിങ്ങനെ ഇതിൽ സ്ലോ മോഷനിൽ നടന്നു വരാം. അപ്പൊ ചെന്ന് വിരിക്കണാനെ. ഇതെന്തിനാ ഇങ്ങോട്ട് വന്ന്? എന്നിട്ടുണ്ടോ? ഞാൻ വഴി കാണിച്ചു തരാം. അതിനാ ആ ദേശത്ത് വഴിയില്ലേ? വാഴക്കുല കുല. ഇത് ചേട്ടൻ ഇന്ന് സൺഡേ വെട്ടുന്നത്. നാളെ മൺഡേ കാർഷിക മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാനാണ്. അത് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് നോക്കിയാൽ കൊലയൊക്കെ വിണ്ട് കീറി പൊട്ടി 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 പോകും എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കർഷകനാ പറയേണ്ടത്. കർഷക സ്ത്രീ രത്നം. പിന്നെ സപ്പോർട്ട് തരുന്ന എനിക്ക് വാഴക്കുല തന്നെ. ചേട്ടൻ്റെ വീതത്തിലാ. അവിടെ വാഴയാണോ വെക്കുന്നേ? വാഴ മാത്രമല്ല, വേറെ എന്തെങ്കിലും മരങ്ങൾ, ജാതിക്ക. അങ്ങോട്ട് വരണോ? ഏതാ നിക്കണ പൂവനാണോ? ഇതെല്ലാം ഞാലിപ്പൂവനാന്ന് പറഞ്ഞു കൊടുക്ക. ഇത് ഞാലിപ്പൂവന, അല്ലാതെ തനിപ്പൂവനുണ്ട്. പൂവന് ഇന്ന് ഇത് ഇതിനകത്തുണ്ടൊരു പഴം. പിന്നെ ദേ വാഴച്ചോണ്ട് നിക്കണം. എവിടുന്നാ? എന്നെ വലിച്ചു കയറ്റാൻ മേലായിരുന്നോ? നല്ല വഴിക്കവിടെ നടക്കാറില്ല. എന്നാലാ അങ്ങനെ ചേട്ടൻ കുല വെട്ടി. അയ്യോ, ഇതാണ് കൊന്ന. വീടിൻ്റെ അടയാളം ചീമക്കൊന്ന. എവിടുന്നാ?
പയറിട്ട് വെക്കാൻ നല്ല. ഞാൻ തല്ല് ചാടിക്കണേ. തല്ലുമ്പോഴും മയത്തിലൊക്കെ തല്ല. കൊലയ്ക്ക് ക്ഷതം പറ്റാത്ത രീതിയിൽ തല്ല. ആ ഫസ്റ്റ് അത് കൈ കൊണ്ടിങ്ങ് ഒടിച്ചെടുക്കാമായിരുന്നു. ചേട്ടന് പൊക്കം ഉണ്ടല്ലോ. ചേട്ടൻ അടിക്കണത് വാഴയുടെ ഇലക്കെട്ടാ. പൊക്കയില്ല, എന്നെ അടുത്ത് പൊക്കാവാ. ദതൻ ചേട്ടൻ വെച്ചേക്കണല്ലേ? ദതോ അവിടെ ഉണ്ടൊരു കൊല ലച്ച് കൂമ്പേ. അതിങ്ങ എടുക്കാൻ പറഞ്ഞാ എൻ്റെ കയ്യിൽ വീഡിയോയാ. ആ ദേ കപ്പളങ്ങ. ഇത് അത് കപ്പള ഇത് കപ്പളം ഇല്ല. ഇനി ഉണ്ടോ വാഴക്കൂമ്പോ? അതിന് എനിക്ക് വേണ്ടേ? ഒരെണ്ണേ ഉള്ളൂ. ആ ഒരു നേരത്തേക്ക്. നടക്കാനൊക്കെ അറിയാവോ ഈ വെള്ളക്കാട്ടിക്ക്? എനിക്കറിയില്ല. നമുക്കിവിടെ നിന്നിട്ടിങ്ങനെ അതിൽ കറിയൊന്നും കിട്ടൂല. ഒറ്റ അടിക്ക് താഴെ കിടക്കണം. കിട്ടില്ലെന്നേ. അയ്യോ പതുക്കെ അടിക്ക് ചേട്ടാ, തെറിച്ചു പോയി. മിണ്ടും എടുത്തോണ്ട് വാ വേഗം. അയ്യോ ചേട്ടനെ കാണാതെ പോയല്ലോ. ചേട്ടാ അതേതാ വാ. ദേ ഓർണം വാ. ആ ആ വാ വരാൻ. അതിങ്ങതാ 3 എങ്ങനെ ഞാൻ പിടിക്കും. ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. അവിടുത്തെ പറമ്പിൽ വെച്ചിരിക്കുന്ന വാഴക്കൊലയായത്. അല്ല ഇത് മൊത്തം ചേട്ടൻ്റെ പറമ്പാന്ന് ആളുകൾ തെറ്റിദ്ധരിക്കൂലേ? ആ ഈ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പറമ്പാ, വീടുമാണ് കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടൊക്കെ വീഡിയോ കാണുമ്പോഴില്ലേ ദേ ചേട്ടാ വീഡിയോ കാണുമ്പോ വീട് കാണാം. കൊല ഇതെന്നാ മരാ ചേട്ടാ? അതല്ല ഈ മരം ഇതാണോ ചേട്ടാ വെട്ടി? ഇത് വെട്ടിയാണോ? ഇത് എന്ത് ചാമ്പ? ആ പനിനീർ ചാമ്പയാ. ഓ ഐ സി ഐ. അത് സപ്പോർട്ടാ. അയ്യോ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയപ്പോഴില്ലേ കാന്താരി മുളക് പറിക്കാൻ മറന്നുപോയി. ഇതൊക്കെ പൂവനാണോ? ഇത് മൂത്തതുണ്ടോ? ഓ ഈ ചെടി അവിടെ കൊണ്ടിട്ടാൽ അവിടെ കാട് പോലെയാകും. ഞാറ് വാകിയേക്കണോ? പറിച്ചാലും അത് വീണ്ടും ഉണ്ടാവും. ഇതോ ഞാൻ പുട്ടോടി വാങ്ങി വെച്ചേക്കണ. ഇനി എന്നാ ചെയ്യും പറ?
പുട്ടുണ്ടാക്കാനും പിന്നെ റവ ആ ഉണ്ടാക്കാനും. അതിന് നമുക്ക് പേരെഴുതിയിട്ടാൽ മതി, പൂവൻ എഴുതിയിട്ടാൽ മതി, പിന്നെ കുഴപ്പമില്ല. ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യും, പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പൂവെന്ന് പേരെഴുതി പ്ലേറ്റിലങ്ങ് തരും, തിന്നോളണം. പിന്നെ എന്നോടൊന്നും പറഞ്ഞേക്കരുത്. നല്ല രസമുണ്ട്, ഇതിലേക്ക് ഓടി നടന്ന് റീൽസ് എടുത്താലോ. അപ്പോൾ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ വാഴ വിട്ടുവാണ്, വാഴക്കുല. ആയില്ലേ? പഴുത്തു തുടങ്ങിയോ? ഇപ്പുറ സൈഡിൽ നിന്ന് വെട്ടണം, അപ്പുറം സൈഡിലേക്ക്. എന്നിട്ട് ചാച്ചെടുക്കണം. പിടിച്ചോ, ഞാൻ ചായ്ക്കാം. ഞാനും അമ്മച്ചിയും കൂടെ പണ്ട് വീട്ടിൽ വാഴക്കൊല വെട്ടിക്കൊണ്ടിരുന്നത്. പാളയംകോടൻ വീട്ടിൽ വേറെ വാഴ ഇല്ലായിരുന്നു, ഒരു ഏത്തവാഴ വെച്ചതാണ് പണ്ട്. അതിൽ നിറച്ച് വലിയൊരു പെരുത്ത കായുണ്ടായി. പിന്നെ അപ്പടി പാളയംകോടനായിരുന്നു. അവിടെ ഉണ്ടോ? അത് വാങ്ങിച്ചുണ്ട്, അതെടുത്ത ദിവസത്തെ തോരന. ഏറ്റവും അതൊക്കെ ആ എനിക്കിഷ്ടമാണ്. അവനെ മിണ്ടാത്തോണ്ട് അവൻ വിളിക്കണു. ഇതേ ചേട്ടൻ്റെ നേരെ നോക്കിക്കൊണ്ടാണ് വിളിക്കണേ. ഇതേ നിൽക്കണോ മതിലേ കയറി. ആ വിളിക്കാത്ത എന്നാന്ന്, കൊണ്ടുവരാത്ത എന്നാ നിങ്ങളോട് പറമ്പിക്കട നടന്നിട്ട്. ദേ അവിടെ നിങ്ങളോട് തിരിഞ്ഞു നിൽക്കണ. ആയില്ലേ? ഇങ്ങനെ കടക്കണം എങ്ങനെയാ? അതായോ? അതായി. ആയതാ അത്. എന്നതാ കൊലയാ? ഇതോ അത് വീട്ടിലേക്ക്, അത് ചെറിയ കൊലയാ. അത് വീട്ടിലേക്ക് കേട്ടോ. ഒരാഴ്ച പുട്ടും പഴവും ഉപ്പുമാവും അവലും, പുട്ടും പഴവും ഉപ്പുമാവും പഴവും അവലും പഴവും കേട്ടോ. പല്ല് തേച്ചോണ്ടിരിക്കുന്നിടത്ത് നിന്ന് വന്നേ ഞാൻ. ഇനിയുണ്ടോ? അതായോ? അതായില്ല. അതായോ? ഇവിടെ അപ്പടി മുള്ള. എന്നാ പോവാ, വാ എന്നാ. ഇത് ഞാൻ എടുത്തോണ്ട് പോവാ. എടുത്താൽ പൊങ്ങോന്നറിയില്ല. ആ പൊങ്ങും. ഇതിലെ വഴിയുണ്ട്. വരുന്നുണ്ടോ? ഇത് വീട്ടിലേക്കല്ലേ? താങ്ക് യു. ധവനോട് മിണ്ടാത്തോണ്ട് അങ്ങോട്ട് ഇവിടെ വെച്ചാൽ മതിയോ? ഇതില്ലേ ഇവിടെ വെക്കാം. എന്നിട്ട് ഞാൻ അപ്പുറത്തോടെ ഒന്ന് വാതിൽ തുറക്കണ്ടേ? എന്നടാ പെടാ. അങ്ങനെ വാഴക്കൊലകളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ചേട്ടൻ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടു. ഞാൻ പറഞ്ഞ വാഴക്കൊല വണ്ടിയെ കയറ്റുന്നതും അവിടെ കൊണ്ട് ഇറക്കുന്നതും അവിടെ നിരത്തി വെച്ചിരിക്കുന്നതുമായ വീഡിയോ എടുത്തോണ്ടോ ഞാൻ അതിന് ഓഡിയോ കൊടുത്തോളാന്ന്. എന്തോ ഈ ചേട്ടൻ അതൊന്നും എടുക്കാതെ നേരെ തിരിച്ചിങ്ങ് വന്ന് കടയിൽ കയറി നോക്കി. അല്ല ഞാൻ വാഴക്കൊല എടുക്കുകയും ചെയ്യണം, ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല വണ്ടിയെ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇറക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്നത് സത്യസന്ധമായിട്ട് വേണം ചെയ്യാനായിട്ട്. ശരിയല്ലേ? സത്യസന്ധതയാണ് ബിന്ദുസ് ഡ്രീംസിന്റെ മുഖമുദ്ര. ഇങ്ങോട്ട് നോക്ക. ചേട്ടനെ വേറൊന്നും അല്ല കേട്ടോ, മടിയായതുകൊണ്ട് വീഡിയോ പിടിച്ചുള്ള ശീലമൊന്നും മടിയായിട്ടല്ല. പിന്നെ എന്നോട് രാവിലെ പറഞ്ഞത് അവിടെ കുറെ ആൾക്കാരൊക്കെ കാണും, എങ്ങനെ എടുക്കണം. ഭയങ്കര തിരക്കായിരുന്നു. അവനെ ഇറക്കി വെച്ചിട്ട് അവൻ പോയി.
അതുകൊണ്ട് ചേട്ടൻ വീഡിയോ എടുക്കാൻ നേരം പോകും. ആ എന്താണേലും കൊലയെല്ലാം വെട്ടി കൊണ്ടു കൊടുത്തു. ഒരു കർഷകനാണ് ഇരിക്കുന്നത്, കർഷക പുരുഷരത്നം. ഇനി വീട്ടിൽ കുറച്ച് വിത്തുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാകണം. അതിനെ മരുന്നൊക്കെ തളിച്ച് പുല്ലൊക്കെ കരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മണ്ണ് പൊട്ടില്ലാത്ത മണ്ണ് പൊട്ടില്ല അത്ര തറഞ്ഞെടുക്കുന്നു. അതുകൊണ്ടാ നമുക്ക് ഏതായാലും റബ്ബർ നടാനൊന്നും അല്ലല്ലോ, ഇച്ചിരി ചീരയൊക്കെ പാകാനല്ലേ. നാളൊക്കെ തരാം. ആ പുല്ല് കഴിച്ചതോ? പക്ഷേ ഇല്ല ചേട്ടാ, പുല്ല് കഴിക്കുമ്പോഴില്ല ആ മണ്ണിൻ്റെ ഇത് പോകത്തില്ലേ. ആ പുല്ലിലേക്ക് രാസവളം അല്ല കയറുന്നേ. ആർക്കറിയാം, നോക്കാം. അപ്പം നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചേട്ടന് വന്നപ്പോൾ തൊട്ട് തലവേദനയാണെന്ന് പറയുന്നുണ്ട്. ചൂട് കൂടുതലായതുകൊണ്ട് തലവേദനയാണ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കർഷകനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുക്കുക. എന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. വീട്ടിലൊന്നും ഇരുന്നിട്ട് വേണ്ട വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും this is signing off, Bindu's Dreams. Bye.